ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എണ്ണയൊന്നും കൂടുതലില്ലാതെ ഹെൽത്തി ആയിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്കവാറും ഇന്നേവരെ ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഇതിന് പേരിട്ടിട്ടുള്ളത് ഇതൾപോള അല്ലെങ്കിൽ ലെയർ പോള എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബൗളിലേക്ക് നമ്മുടെ ഇതൾപോളയ്ക്ക് വേണ്ടിയിട്ട് അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് 1.5 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ 250 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അരി കൊണ്ട് ചെയ്യുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാകുക നമ്മുടെ ഈ ഒരു പോളയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം പച്ചരിയോ ബസ്മതി റൈസോ അങ്ങനെ എന്തോ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്തായാലും അതുകൊണ്ട് ചെയ്യുമ്പം കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതും 2-3 തവണ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതാ ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 350 ഗ്രാമോളം ചിക്കൻ, കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചതിന് ശേഷം കൈകൊണ്ട് കുറച്ച് വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഫില്ലിങ്ങിന് ഒരുപാട് അങ്ങനെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് പാനിന് കോരിയിടുക. പിന്നെ ചിക്കൻ വേവിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ ഇരുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് തന്നെ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ ചിക്കൻ മൊത്തത്തിൽ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് തന്നെ നമുക്ക് മസാല കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കാം. അടുത്തത് ഈ ഒരു സെയിം എണ്ണയിലേക്ക് ഞാൻ 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. സവാള നല്ലപോലെ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണ ഒട്ടും തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഞാനിത് അടച്ച് വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ അടുത്തത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3ഉം കൂടി ഒന്നിച്ച് ചതച്ചത് 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സാക്കിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊടികളായിട്ട് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് എല്ലാം ചേർത്തയാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി കുരുമുളക് പൊടിയൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസിൽ അത് മൊത്തത്തിലായിട്ട് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലും കറിവേപ്പിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ, എത്രയായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ചിക്കനിൽ മാത്രമല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൂടി ചെറുതായിട്ടൊന്ന് ആവി വന്ന് നമ്മുടെ ചിക്കൻ്റെയും ആ ഒരു മസാല കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് നമ്മൾ അരി നേരത്തെ കുതിർത്ത് വെച്ചിട്ടില്ല, അത് മൊത്തത്തിൽ വെള്ളം നല്ലപോലെ ഊറ്റിയെടുത്തതിന് ശേഷം അരി മാത്രം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുതിർന്നതിന് ശേഷം അരി വീണ്ടും കഴുകണ്ട കേട്ടോ, വെള്ളം മാത്രം ഊറ്റിയെടുത്താൽ മതി. അങ്ങനെ ഇത് അരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചോറ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലായിരിക്കും കിട്ടുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു 1.5 കപ്പ് അരിയിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു അരി അരച്ചെടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പം ഞാനൊരു മീഡിയം വലുപ്പമുള്ള തേങ്ങയുടെ പാല് മൊത്തത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ വെള്ളം പോലത്തെ പാലെടുക്കരുത്, അത്യാവശ്യം കട്ടിയുള്ള പാൽ തന്നെ വേണം. അങ്ങനെ ഇതാ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ അരി അരയാൻ പാകത്തിന് മാത്രം അരി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ നല്ലപോലെ ഈ ഒരു രീതിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നല്ല ഫൈനായിട്ട് ഒട്ടും തരികളില്ലാതെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി നേരത്തെ വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൽ ബാക്കി മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നോക്കി നോക്കി ഒഴിക്കുക കേട്ടോ. കുറച്ച് ഒഴിക്കുക, മിക്സാക്കി എന്നിട്ട് ഒഴിക്കുക. കാരണം മാക്സിമം നല്ല ലൂസായിട്ട് വേണം കേട്ടോ നമ്മുടെ മാവ്. നമ്മുടെ ദോശമാവിലും അത്യാവശ്യം ലൂസായിട്ട് വേണം, എങ്കിലേ നമ്മുടെ ഈ ഒരു ഇതൾപോള നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. മാക്സിമം ലൂസാകുന്നതിനനുസരിച്ച് സോഫ്റ്റ്നെസ് കൂടും. അങ്ങനെ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ഒന്നുകൂടി മാവ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 5 മിനിറ്റിന് ശേഷം എങ്ങനെ ഇത് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം. അടുത്തത് നമ്മൾ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് സ്റ്റീമറിലാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റീമറിൽ ഞാൻ കുറച്ച് വെള്ളം അധികം തന്നെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ, സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ബൗളോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നന്നായിട്ട് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ നെയ്യിലാവുമ്പോൾ ഒന്നുകൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. എന്നിട്ട് 1.5 സ്പൂണോളം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മളിത് ലെയറായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നേരെ ഇതുള്ള റൊട്ടിയായിട്ട് ചെയ്തെടുക്കണം കേട്ടോ. എങ്കിലേ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഒരു 1.5 സ്പൂണോളം മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് ആ ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് ഇല്ലേ, അത് കൈ കൊണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡിലും ഒരുപോലെ എത്തുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കണേ, എങ്കിലേ അവർ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ട് എത്തിക്കിട്ടുള്ളൂ. അപ്പോൾ ഓവർ കട്ടിയിൽ നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ അടിയിൽ പോയി നിൽക്കുകയും ചെയ്യും. വലിയ കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സ്നാക്സ് ആയിട്ടൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഫില്ലിങ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരിക്കും, കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടാവും. അങ്ങനെ ഇത് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 to 6 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ വേവിൻ്റെ സമയം എന്ന് പറയുന്നത്. കാരണം അത്രയും നേരിയ ലെയറായിട്ടല്ലേ നമ്മളിത് ചെയ്തെടുക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ വേഗം റെഡി ആയിട്ട് കിട്ടും കേട്ടോ. 5 മുതൽ 6 മിനിറ്റ് വരെ ഓരോ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാം. അങ്ങനെ ഇതാ നമ്മുടെ ഒരു ഇതൾപോളയുടെ ലെയർ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ലപോലെ ആവി വന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പതുക്കെ എടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഓരോ ലെയറായിട്ട് ഞാൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ലെയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പതുക്കെ ഞാൻ സ്പാച്ചിൽ വെച്ച് ഒന്നങ്ങ് നീക്കി കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ എടുത്തിട്ട് ബോർഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ, അത്രയും സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എടുക്കുമ്പോഴൊക്കെ. കാരണം അതുകൊണ്ട് തന്നെ മുറിഞ്ഞു പോകാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാവധാനം ഓരോന്നായിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നിക്കലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കഴിക്കുക കേട്ടോ, കട്ട് ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റുമാണ്, സൂപ്പർ സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോളയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു 2-3 ലെയറായിട്ട് ഒന്നിച്ച് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ എനിക്കിപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ 3 എണ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് പതുക്കെ പോള കട്ട് ചെയ്തെടുക്കുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റേ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്